നിങ്ങളില്ലേ? ഞങ്ങളില്ല സാറേ. ഈ കള്ളം പ്രഭാകരനെ പിടിച്ച് ആ തൊണ്ടി മുതൽ എടുക്കുകയും വേണ്ടേ? സാറേ, പ്രഭാകരന്റെ ഭാര്യ സാറിന്റെ മുന്നിൽ അഭിനയിച്ച് വശീകരിച്ച് ഈ കേസ് ഇത് പ്രഭാകരനെ ഊരി കൊണ്ടുപോകും. അത് മാത്രമല്ല, അവൾ ഇവിടെ എവിടെയൊക്കെയാണ് ഒളി ക്യാമറ വച്ചിരിക്കണെന്ന് അവക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ നിങ്ങൾ വരുന്നില്ല? ഞങ്ങൾ ആരും വരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി. SI പുഷ്പരാജ് വീട്ടിൽ വീട്ടില്ലടാ. ചെന്ന് കാരിക്കോട്. ആരുമില്ലേ? ഇതിന്റെ പേര് കുൽസിതകുമാരി. അതെന്താ? ആറ്റിറ്റ്യൂഡാ സാറേ. ആറ്റിപ്പെടുത്തിയാണ് ആറ്റിക്കളയും. കള്ളൻ പ്രഭാകരൻ നിന്റെ ആരാ? എന്റെ ഭർത്താവോ സാറേ? അവൻ എന്താ ജോലി? കള്ളനാ സാറേ, കൊച്ചു കൊച്ചു കള്ളൻ. ഒരടി മാറിയില്ല. ഒരടി ചെന്നിട്ട് മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. ഒരടി എന്ന് പറഞ്ഞ ഇതാണ് ഒരടി. ഇത് അടിയല്ലല്ലോ, വടിയല്ലേ സാറേ? ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ഭർത്താവ് പാവാ സാറേ. കുറച്ച് കുറയ്ക്ക് സാറേ. സാറേ. കുറച്ചുകൂടെ. സാറേ. ഇത് കറക്റ്റ്. ഇങ്ങനെ സംസാരിക്കണം. ഇങ്ങനെ സംസാരിക്കാൻ മനസ്സിലാവത്തുള്ളൂ. കള്ളൻ പ്രഭാകരൻ രാത്രി കാലങ്ങളിൽ ആൾക്കാരെ കത്തി കാണിച്ച് സ്വർണ്ണ ഊരിയെടുക്കുന്നു എന്നൊരു പരാതി ഉണ്ട്. അല്ലാതെ പിന്നെ സ്വർണം കാണിച്ചിട്ട് കത്തി ഊരിയെടുക്കാൻ പറ്റുമോ? കേറി പോകുന്നല്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കും, അതിന് മറുപടി പറഞ്ഞാൽ മതി. അല്ല, നീ ഒരു കാര്യം മിണ്ടിപ്പോരുന്നല്ലാതെ. മനസ്സിലായോ? രാത്രി 12 മണിക്ക് നിന്റെ ഭർത്താവ് ഓരോ വീട്ടിലും കയറി കുത്തി ഇറക്കി അവിടുന്ന് ഓട് പൊളിച്ച് താഴെ ഇറങ്ങി സ്വർണം ഞാൻ പറയുന്നത് നിനക്കൊന്ന് കേൾക്കാൻ. പിന്നെ നീ എന്താ മൂളി കേൾക്കാത്തേ? മൂളി കേൾക്കണം. മൂളല്ല എനിക്ക് മനസ്സിലാകത്തുള്ളൂ. രാത്രി 12 മണിക്ക് നിന്റെ ഭർത്താവ് വീട് കുത്തി പൊളിച്ച് സ്വർണം മോഷ്ടിക്കുന്നു. എന്താ സാറേ? എന്തോ ഇങ്ങനെ ശരി, മൂളുന്നില്ല. എടി, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മാത്രം ആൻസർ പറഞ്ഞു. ഇങ്ങനെ പറയല്ലേ കേട്ടാ. എന്നായിരുന്നു നിങ്ങളുടെ കല്യാണം? അത് രംഭത്തിലാണോ മകരന്തത്തിലാണോ എന്ന് അറിയില്ല സാറേ. ഈ മലയാള മാസമായിരുന്നു. നല്ല മഴയുള്ള ഒരു മാസമായിരുന്നു. മലയാള മാസത്തിന്റെ പേര് കേട്ടോ, മകരന്തത്തിൽ. മഴയുള്ള മാസമാണ് അത്. കർക്കിടകടകടത്. എന്റെ അച്ഛനൊരു കള്ളനായിരുന്നു സാറേ. എന്തൊരു അഭിമാനത്തോടുകൂടിയാ പറയുന്നേ. കളക്ടർ എന്നുള്ള ധാരണ പറയുന്നത്. സാറേ, ജനിച്ചപ്പോ തന്നെ എന്റെ അച്ഛനും ഒന്നുമില്ലായിരുന്നു സാറേ. ഞാൻ ജനിച്ചത് പിന്നെ ഷെർവാണി ഇട്ടുണ്ടല്ലേ. പണക്കാർക്ക് എന്തോ ആവാലോ. എന്റെ സാറേ, അച്ഛന്റെ കയ്യിൽ 10ന്റെ പൈസ എടുക്കണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ചെറിയ ചെറിയ മോഷണമൊക്കെ തുടങ്ങി. അങ്ങനെ സ്കൂൾ മാഷായിരുന്നു എന്റെ അച്ഛനെ നാട്ടുകാരെല്ലാരും കൂടെ തല്ലിച്ചതച്ച് കൊന്നു സാറേ. സ്കൂൾ മാഷായിരുന്നോ? അല്ല, പിന്നെ സ്കൂൾ മാഷ് എന്ന് പറഞ്ഞു. കള്ളെന്ന് പറയുന്നതൊക്കെ നാണക്കേടല്ലേ സാറേ? അപ്പൊ സ്കൂൾ മാഷാന്ന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തിട്ടതാ. അല്ല, എമ്പുരാനാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇപ്പൊ പൃഥ്വിരാജന് ഒരു ബൂസ്റ്റപ്പ് ആയിക്കോട്ടെ എന്ന് കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പോലീസുകാരെല്ലാരും കൂടെ എന്റെ അച്ഛനെ തല്ലിച്ചതച്ചു സാറേ. ഞാൻ ഇത്രയും ദൂരേക്കാണ് കേട്ടാ. എന്റെ കയ്യിൽ ഒരു ഓഡിയോ ആയിട്ട് വിശ്വസിക്കരുത്. കാലമാണ് എന്റെ അടുത്താണ്. SI പുഷ്പരാജ് പെട്ടി വിടത്തില്ല. എവളെന്ത് ചെതലാണോ തടി കടിച്ചു തിന്നുന്നത്? അല്ല സാറേ, ഞാൻ എന്റെ ദുഃഖം കടിച്ചമർത്തിയതാ. അതെന്തുവാ? അമർത്തി. സാറിങ്ങോട്ട് ടോൺ മാറ്റ്. മര്യാദയ്ക്ക് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തൊണ്ടി മുതൽ തന്നില്ലെങ്കിൽ ഞാൻ പോലീസ് പട്ടി ഇവിടെ കൊണ്ടുവന്ന് മണപ്പിച്ച് ഞാൻ എടുത്തോട്ട് പോകും. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ഇതെന്തിനാടി ഇപ്പൊ സ്പ്രേ അടിച്ചത്? അത് പട്ടി വരുമ്പോ ഞാൻ നാണം കെട്ട് നിക്കണ്ടല്ലോ. ഇല്ല. ഞാൻ ചവിട്ടി പൊളിക്കും ഇത്. എന്തിന്? എങ്ങനെ തുറക്കും? ഇങ്ങനെ തുറക്കും. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഓ യാ.